നമസ്കാരം. താരസംഘടന അമ്മയുടെയും നിർമ്മാതാക്കളുടെ സംഘടന ഇലക്ഷൻ്റെ ചൂടിലാണ്. ഇനി 2 ദിവസമേ ഉള്ളൂ. 2-3 ദിവസത്തിനുള്ളിൽ ഇലക്ഷൻ നടക്കുകയാണ്. ആദ്യം നിർമ്മാതാക്കളുടെ സംഘടന ഇലക്ഷനാണ്, അത് 14-ാം തീയതി. പിന്നീട് താരസംഘടന ഇലക്ഷൻ 15-ാം തീയതി. ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കളുടെ സംഘടനയുടെ പത്രിക തള്ളിയതുമായി ബന്ധപ്പെട്ട് സാന്ദ്ര തോമസ് കോടതിയെ സമീപിച്ചിരുന്നു. സബ് കോടതിയാണ് സമീപിച്ചിരുന്നത്. പത്രികകൾ തള്ളിയതും അതോടൊപ്പം തന്നെ ഇലക്ഷൻ ഓഫീസറെ നിയമിച്ചതുമായി ഉള്ള ഇതായിരുന്നു പരാതിയാണ് ഇന്ന് നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് 2 ദിവസം വാദപ്രതിവാദങ്ങൾ നടക്കുകയും ഒടുവിൽ നാളെ വിധി പറയാൻ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. സാന്ദ്ര തോമസിൻ്റെ വാദത്തിൽ കൃത്യമായി പറയുന്നത് താൻ 9 സിനിമ സെൻസർ ചെയ്തിട്ടുണ്ട്. അത് അവിടെ പറഞ്ഞ വാദം തന്നെയാണ് പറയുന്നത്. 2 സിനിമ സ്വന്തം പേരിലും സ്വന്തം കമ്പനിയിലും മറ്റ് പാർട്ട്ണർഷിപ്പിലുണ്ടായിരുന്ന കമ്പനിയുമാണെന്നാണ് പറയുന്നത്. അങ്ങനെ 9 സിനിമ എന്നാണ് സാന്ദ്ര തോമസിൻ്റെ വാദം. എന്നാൽ ബയലോ പ്രകാരം അത് പറ്റില്ല എന്നാണ് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചത്. ബയലോ പ്രകാരം ആ തീരുമാനം ശരിയല്ല എന്നാണ് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് വേണ്ടി വാദിച്ച അഭിഭാഷകൻ പറയും. എന്നാൽ ആ വാദം തെറ്റാണെന്ന് സാന്ദ്രയുടെ അഭിഭാഷകനും വാദിച്ചു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും പൂർണ്ണമായി വാദം കേട്ടതിന് അടിസ്ഥാനത്തിൽ നാളെ വിധി പറയും. നാളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വാഴ്ച വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് കിട്ടുന്നത്. 9 സിനിമ ചെയ്തു എന്നാണ് സാന്ദ്രയുടെ വാദം. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സാന്ദ്രയുമായിട്ടുള്ള വിഷയത്തിൽ വിജയബാബു പോസ്റ്റ് ഇട്ടിരുന്നു. അതിന് മറുപടിയായിട്ട് സാന്ദ്ര തോമസ് വന്നിരുന്നു. ഇവിടെ എല്ലാം ഇങ്ങനെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നിർമ്മാതാക്കളുടെ സംഘടന ഇവരുമായിട്ടുള്ള വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ അത്രയുമായി ബന്ധപ്പെട്ട് നാളെ വിധി പറയാൻ മാറ്റിയിരിക്കുന്നത്. നിലവിൽ 7 പേരാണ് ഔദ്യോഗിക ഭാരവാഹികളായി വരുന്നത്. അതിനുള്ള മത്സരം നടക്കുന്നു. അതോടൊപ്പം എക്സിക്യൂട്ടീവിലേക്ക് 14 പേര് വരണം. അവിടെയും മത്സരം നടക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ നിർമ്മാതാക്കളുടെ സംഘടനയിലെ മത്സര ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 2 പേര് മത്സരിച്ചു. സാന്ദ്രയുടെ പത്രിക തള്ളിയത് കൊണ്ട് സജി നന്ദിയാട്ട് അവിടെ മത്സരിക്കുന്നു. രാകേഷുമാണ് എതിരാളി. രാകേഷും സജി നന്ദിയാട്ട് മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 3 പേര് മത്സരിക്കുന്നുണ്ട്. 2 പേരാണ് വേണ്ടത്. അവിടെ 3 പേര് മത്സരിക്കുന്നുണ്ട്. ആനന്ദ് പയ്യന്നൂരും സന്ദീപ് സേനനും സോബിയ പോളുമാണ് മത്സരിക്കുന്നത്. ഈ ആനന്ദ് പയ്യന്നൂർ ആനന്ദ് കുമാർ എന്നാണ് ബാലറ്റ് പേപ്പറിലുള്ളത്. ആനന്ദ് പയ്യന്നൂർ നാളുകളായിട്ട് ഇലക്ഷൻ നടക്കുമ്പോൾ ഔദ്യോഗിക പാനലിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ തവണ ഔദ്യോഗിക പാനൽ അവരോടൊപ്പം മത്സരിക്കാൻ ഇല്ല എന്ന് തോന്നുന്നു. കാരണം ഇദ്ദേഹത്തിന് ഇത്തരം സ്ഥാനങ്ങൾ നൽകാൻ തയ്യാറായില്ല എന്നാണ് ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. എക്സിക്യൂട്ടീവിലേക്ക് വേണ്ടി മത്സരിച്ചെല്ലാം പറഞ്ഞു. പക്ഷേ താൻ നാളുകളായി എക്സിക്യൂട്ടീവിൽ ഇരിക്കുന്ന ആളാണ്. ഇനി എക്സിക്യൂട്ടീവിലേക്ക് ഇല്ല എന്ന തീരുമാനത്തിലാണ് ഔദ്യോഗിക പാനലിൽ നിന്ന് മാറി അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരിക്കുന്നത്. ഔദ്യോഗിക പാനൽ ഒന്നുള്ളൂ, ബാക്കി എല്ലാവരും പാനലായിട്ട് രംഗത്ത് വന്നിട്ടില്ല. എന്നാൽ ഈ ഔദ്യോഗിക പാനലിൽ എതിർ ഗ്രൂപ്പായിട്ട് തന്നെയാണ് രംഗത്ത്. അങ്ങനെ ആനന്ദ് പയ്യന്നൂർ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരാൾ വേണ്ട സ്ഥലത്ത് 3 പേര് മത്സരിക്കും. ഇവിടെയാണ് ശരിക്കും ത്രികോണ മത്സരം വരുന്നത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 2 പേരെ വേണം. ഇവിടെ ത്രികോണ മത്സരം വരുന്നത് ഒരാൾ മതി. അവിടെ മത്സരിക്കുന്ന ലിസ്റ്റ് സ്റ്റീഫനും അതോടൊപ്പം തന്നെ കല്ലൂർ ശശിയും വിനയനുമാണ്. നമുക്കറിയാം, വിനയനും ലിസ്റ്റ് സ്റ്റീഫനും കഴിഞ്ഞ തവണത്തെ മുമ്പത്തെ വർഷം ഒരു പാനലിൽ നിന്ന് മത്സരിക്കുകയും വിനയൻ പരാജയപ്പെടുകയും ലിസ്റ്റും ജയിക്കുകയും ചെയ്തു. ആ പാനലിൽ നിന്ന് മത്സരിച്ചവർ ഇപ്പോൾ 2 മാറിയിരിക്കുന്നു. ലിസ്റ്റിൻ ഔദ്യോഗിക പാനലിലേക്ക് പോയി വിനയൻ പഴയതുപോലെ തന്നെ വേറെ പാനലില്ലെങ്കിലും ആ ഗ്രൂപ്പിനോട് ചേർന്ന് അദ്ദേഹം മത്സരിക്കുന്നു എന്ന ഏറ്റവും പ്രത്യേകത ഉണ്ട്. അവിടെ എന്നും പാനലിനൊപ്പം നിന്ന ആളായിരുന്നു കല്ലൂർ ശശി. കഴിഞ്ഞ തവണ ഇലക്ഷൻ വന്നപ്പോൾ ഇത്ര വർഷത്തിനുള്ളിൽ സിനിമ ചെയ്തവർ മത്സരിച്ചാൽ മതി എന്നൊരു മാനദണ്ഡം വരികയും അദ്ദേഹം അത്ര വർഷത്തിനുള്ളിൽ സിനിമ ചെയ്യാതെ മാറി നിൽക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് മത്സരിക്കാൻ അവസരം ലഭിച്ചില്ല. എന്നാൽ ഇത്തവണ അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായി. അദ്ദേഹമൊക്കെ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. ഇലക്ഷൻ്റെ അംഗങ്ങൾക്ക് അയക്കാവുന്ന പോസ്റ്ററൊക്കെ ഇറക്കി വലിയ വോട്ടുപിടുത്തം ഒക്കെ നടക്കുന്നുണ്ട്. അദ്ദേഹം ഇത്തവണ മത്സരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് 2 പേരാണ് വരുന്നത്. ഹംസയും അതോടൊപ്പം തന്നെ ആൽവിൻ ആൻ്റണിയുമായിരുന്നു. അവിടെയും ആനന്ദ് പയ്യന്നൂർ പത്രിക നൽകിയിട്ടുണ്ട്. ആനന്ദ് പയ്യന്നൂരായിട്ട് ഞാൻ ബന്ധപ്പെട്ട് പറയുന്നത്, അവിടെ ഞാൻ പത്രിക പിൻവലിക്കുന്ന സമയത്ത് എത്താൻ വൈകിപ്പോയി. അതുകൊണ്ട് പത്രിക പിൻവലിക്കാൻ പറ്റിയില്ല. അവിടെ ഞാൻ ആരോടും വോട്ട് ചോദിക്കുന്നില്ല എന്നാണ് എന്നോട് ഫോൺ ചെയ്തപ്പോൾ ഞാൻ സംസാരിച്ച് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അവിടെ ഈ 2 പേരായിരിക്കും വിജയിക്കുക. പിന്നീട് നടക്കുക ട്രഷറർ സ്ഥാനത്തേക്കാണ്. ട്രഷറർ സ്ഥാനത്തേക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മഹാ സുബൈർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ സജി നന്ദിയാട്ടും ഇപ്പോൾ മത്സരരംഗത്തേക്ക് വന്നിട്ടുണ്ട്. അവിടെയും മത്സരം നടക്കും. സജി നന്ദിയാട്ട് ഈ പറഞ്ഞ പോലെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും ട്രഷറർ സ്ഥാനത്തേക്കും മത്സരിക്കും. അവിടെ സുബൈറുമുണ്ട്. അങ്ങനെയാണ് അവിടെ മത്സരം നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇവരുടെ ബയലോ പ്രകാരമാണ്. ഒരു വിചിത്രമായ ഒരു സംഭവമാണ്. അത് നമുക്ക് ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. ഏത് സ്ഥാനത്തും ആർക്കും എവിടെയും മത്സരിക്കാം. പിന്നീട് വിജയിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥാനം മാത്രം മതി, ബാക്കി ഒഴിവാക്കിയിടണം. വീണ്ടും അവിടെ ആളുകളെ നോമിനേറ്റ് ചെയ്യണം. അത് വിചിത്രമാണ്. അത് ഇത്ര നാൾ വോട്ട് ചെയ്ത് അല്ലെങ്കിൽ വേറെ ആൾ മത്സരിക്കും. ആ ബയലോ പ്രകാരമുള്ള മറ്റൊരു സംഘടനയ്ക്കും ഇല്ലാത്തൊരു രീതിയിലുള്ള ബയലോയാണ്. അത് മാറ്റി എഴുതേണ്ട സമയം കഴിഞ്ഞു എന്ന കാര്യത്തിൽ
യാതൊരു സംശയമില്ല. അത് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ 14 പേര് വേണ്ട സ്ഥലത്താണ് ഇപ്പോൾ 26 പേര് മത്സരിക്കുന്നത്. ഇവിടെ സാന്ദ്ര തോമസ് മത്സരിക്കുന്നുണ്ട്. സാന്ദ്ര തോമസിന് അവിടെ സെൻസസ് സർട്ടിഫിക്കറ്റ് 1 മതി. അതുകൊണ്ട് സാന്ദ്ര തോമസ് അവിടെ മത്സര രംഗത്തുണ്ട് എന്നാണ്. 14 പേര് വേണ്ട സ്ഥലത്ത് 26 പേര് മത്സരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ സ്ത്രീകൾ ഈ സംഘടനയ്ക്ക് കുറവാണ്. പഴയ കഴിഞ്ഞ തവണ വിജയിച്ച ആൾ മത്സരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഒരു സ്ത്രീ വരുന്നുണ്ട്. അതോടൊപ്പം സാന്ദ്രയായി മത്സരം 3-4 സ്ത്രീകൾ മാത്രമേ മത്സരരംഗത്തുള്ളൂ. ബാക്കിയെല്ലാം പുരുഷന്മാരാണ്. പുരുഷന്മാരുടെ ആധിപത്യമുള്ള ഒരു സംഘടനയാണ് നിർമ്മാതാക്കളുടെ സംഘടന. ഇവിടെ അങ്ങനെയാണ്. ഇലക്ഷൻ എന്തായാലും നാളെ ചൊവ്വാഴ്ചത്തെ വിധിയായിരിക്കും സാന്ദ്രയുടെ മറ്റു കാര്യങ്ങളിലേക്ക് പോവുള്ളൂ. ഈ ഇലക്ഷൻ ഓഫീസറെ നിയമിച്ച കാര്യവും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ പത്രയെ തള്ളിയതുമായുള്ള വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ നാളെ കോടതി വിധി പറയാനിരിക്കുകയാണ്. അതോടൊപ്പം നിർമ്മാതാക്കളുടെ സംഘടനയുടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ പിറ്റേ ദിവസം താരസംഘടനയുടെ ഇലക്ഷനാണ്. അത് ഈ പറഞ്ഞ പോലെ കുറേ ദിവസങ്ങളായി പരസ്പരമുള്ള വിഴുപ്പലക്കലൊക്കെ അവസാനിച്ചിരിക്കും. കാരണം ഇലക്ഷൻ ഓഫീസർ ഇനി ആരും ഇതിനെക്കുറിച്ച് പറയാൻ പാടില്ല എന്നുള്ളൊരു കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം ആരും പറയുന്നില്ല എന്ന്. പക്ഷേ റഹ്മാൻ ഒരു പോസ്റ്റുമായിട്ട് വന്നു. പിന്നീട് ആരും അതുമായിട്ടുള്ള ചർച്ച വന്നില്ല. അവിടെയും മത്സരം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്നാണ്. ശ്വേതാ മേനോനും അതോടൊപ്പം തന്നെ ദേവനുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 2 പേര് വേണം. അവിടെ ജയൻ ചേർത്തനെയും ലക്ഷ്മിപ്രിയയോടൊപ്പം തന്നെ മത്സരിക്കുന്നത് നാസർ ലത്തീഫുമാണ്. അങ്ങനെ 3 പേർ അവിടെ മത്സരിക്കുന്നു. 2 പേര് വേണം. സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരും അതോടൊപ്പം തന്നെ രവീന്ദ്രൻ മത്സരിക്കുന്നു. ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം നടക്കുന്നുണ്ട്. അവിടെയും മത്സരം ഉണ്ടായിരുന്നത് ഇല്ലാതെ ആവുന്നതിലേക്ക് മത്സരം നടക്കേണ്ടതായിരുന്നു. അൻസിബ എതിരില്ലാതെ ജയിച്ചു വരുന്ന ഒരു സമയത്തേക്ക് പോയി. അൻസിബയ്ക്ക് മാത്രം എതിരാളി ഇല്ലാത്ത ഒരു ഇലക്ഷനാണ്. സാധാരണ പ്രസിഡന്റുമാർക്ക് എതിരാളില്ല. പക്ഷേ ഇത്തവണ അൻസിബയ്ക്ക് എതിരാളില്ലാതെ അൻസിബ ജയിച്ചു. ട്രഷറർ സ്ഥാനത്തേക്ക് 2 പേര് ഉണ്ണി ശിവാലും അനൂപ് ചന്ദ്രനും മത്സരിക്കുന്നു. പിന്നെ എക്സിക്യൂട്ടീവിലേക്ക് 4 പേര് വേണ്ട വനിതാ സമ്മേളനത്തിൽ 5 പേര് മത്സരിക്കുന്നു. 7 പേര് വേണ്ട ജനറൽ സീറ്റിലേക്ക് 8 പേര് മത്സരിക്കും. അങ്ങനെയാണ് അവിടുത്തെ മത്സരം നടക്കുന്നത്. ആ മത്സരം 15-ാം തീയതിയാണ് ഇലക്ഷൻ നടക്കുന്നത്. ഇത്തവണത്തെ ഇലക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടാണ് കാണുന്നത്. എത്ര പേര് വോട്ട് ചെയ്യാൻ വരുമെന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. 507 പേര് മെമ്പറുള്ള സ്ഥലത്ത് എത്ര പേര് മാക്സിമം വരുമെന്നുള്ളൊരു പ്രവചനം ആർക്കും പ്രവചിക്കാൻ കഴിയില്ല എന്നത് ഉറപ്പാണ്. കാരണം ഇത്തവണത്തെ പ്രശ്നങ്ങൾ അത്രമാത്രം ഗുരുതരമായി ആരോപണവും പ്രത്യാരോപണവുമായി രംഗത്ത് വന്നിരുന്നു. കൃത്യമായി അതിൻ്റെ ഫോളോ ചെയ്ത് വാർത്തയും കൊടുത്ത ഒരാളാണ്. ഞാനിപ്പോഴും പറയുന്ന ഒരു വാർത്ത, മെമ്മറി കാർഡ് ഇഷ്യൂ വലിയ വിഷയം തന്നെയാണ്. മെമ്മറി കാർഡ് ഷൂട്ട് ചെയ്ത അന്ന് 2018 ഷൂട്ട് ചെയ്ത മെമ്മറി കാർഡ് എവിടെയെന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കി നിന്നുകൊണ്ടാണ് ഇലക്ഷൻ നടക്കുന്നത്. ഈ തവണ ആര് വിജയിച്ചു വന്നാലും ആദ്യത്തെ ചർച്ചയും ആദ്യത്തെ വിഷയവും ഈ മെമ്മറി കാർഡായിരിക്കും. അതിന് യാതൊരു സംശയമില്ല. ബാക്കിയെല്ലാം നമുക്ക് എന്താണെന്ന് നോക്കി കണ്ടെത്താം. പക്ഷേ മെമ്മറി കാർഡ് ആരുടെ കയ്യിലാണുള്ളത് കണ്ടെത്തിയേ പറ്റുള്ളൂ. അതിനുവേണ്ടി എല്ലാവരും ഒറ്റ സ്വരത്തിൽ വരും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവിടെ ഗ്രൂപ്പ് അടിസ്ഥാനമല്ല വേണ്ടത്. അവിടെ മറ്റുള്ളവരെ ഷൂട്ട് ചെയ്തിട്ട് മറ്റുള്ളവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കണ്ടെത്തണം. ആ മെമ്മറി കാർഡ് ഈ പ്രസിഡൻ്റായി വന്നാൽ ദേവൻ ആദ്യം ചെയ്യാൻ പോകുന്ന അതാണെന്ന് ദേവൻ എല്ലാ മാധ്യമങ്ങളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ചെയ്തിരിക്കും, അത് അറിഞ്ഞേ പറ്റുള്ളൂ. ഞാൻ അറിയാവുന്നവരൊക്കെ ചോദിച്ചപ്പോൾ ഇത് എന്തിന് ഷൂട്ട് ചെയ്തു എന്നറിയണം. ആര് പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്തു, ആ ഷൂട്ട് ചെയ്ത മെമ്മറി കാർഡ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ അതിനെതിരെ പരാതികളും DGPക്ക് പരാതികളുമായിട്ട് പോകുന്നു. അമ്മയിൽ പരാതി പറഞ്ഞു. മെമ്മറി കാർഡ് വേണമെന്ന് ആവശ്യപ്പെട്ട് അന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തവർ പരാതിയായിട്ട് ഉടനെ തിരിച്ച് കുക്കു പരമേശ്വരൻ പരാതിയുമായി പോകുന്നു. അതെല്ലാം നമുക്ക് കാണുമ്പോൾ ആ പരാതിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയൂ, അത്തരമൊരു ഷൂട്ട് അവിടെ നടന്നിട്ടുണ്ട്. അത് റിപ്പോർട്ട് ചെയ്ത വ്യക്തി തന്നെയാണ് ഞാൻ. അതുകൊണ്ട് അതിൽ ഉറച്ചു നിൽക്കുന്നു. ഇനി ഏത് ചാനലുകാരും അതിനെതിരെ പറഞ്ഞാലും ഞാൻ പ്രവർത്തിച്ച അന്ന് റിപ്പോർട്ട് TV-യിലാണ്. അന്ന് ഞാൻ റിപ്പോർട്ടിങ് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ തള്ളിപ്പറയുന്നവർക്കൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ തള്ളിപ്പറഞ്ഞാലും എനിക്ക് വിഷയമുള്ള കേസല്ല. എൻ്റെ കർമ്മം കൃത്യമായിട്ട് നിർവഹിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നതെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് 14-ാം തീയതിയും 15-ാം തീയതി നടക്കുന്ന ഇലക്ഷൻ നമുക്ക് ഉറ്റുനോക്കാം. വോട്ടവകാശമുള്ളത് 506 അംഗങ്ങൾക്കും നിർമ്മാതാക്കളുടെ സംഘടനയിൽ 307 പേർക്കുമാണ് വോട്ടവകാശമുള്ളത്. പിന്തുണ പുറത്തു നിന്ന് ആർക്കും കിട്ടാം. പക്ഷേ അവിടുത്തെ കാര്യം തീരുമാനിക്കാൻ അവർക്ക് മാത്രമേ കഴിയുള്ളൂ. ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഞാൻ നടത്തുന്നത്. എന്തായാലും കാത്തിരിക്കാം ഇലക്ഷൻ വരെ. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.